ലോറി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് വേൻ്റെ അടുത്തുള്ള ടോൾ ബൂത്തിനടുത്താണ്. ആക്ച്വലി പുതിയ ലോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ ഓൾറെഡി ലോഡ് കൺഫേം ആയിട്ട് നമ്മൾ ബിഡതി എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊക്കക്കോള കമ്പനി ഉണ്ട്. അവിടെ നിന്ന് നേരെ ഹൈദരാബാദിലേക്കാണ് തിരിച്ച് പിന്നെയും ലോഡ്. ഇപ്പോൾ വന്നത് ഹൈദരാബാദിൽ നിന്നാണ് ബാംഗ്ലൂരിലേക്ക്. അപ്പോൾ തിരിച്ച് പിന്നെയും ഹൈദരാബാദിലേക്കാണ് ലോഡ് കൺഫേം ആയിട്ടുള്ളത്. ഇപ്പം നമ്മളെ വണ്ടി ഇവിടെ നിന്ന് നമ്മൾ പുറപ്പെട്ടു. ലെഫ്റ്റ് പോയാൽ നമ്മൾ ബാംഗ്ലൂർ ടൗണ്, റൈറ്റാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് യൂ ടേൺ എടുക്കണം. യൂ ടേൺ ഉണ്ടായിരുന്നു ഇവിടെ. അവർ ബാരിക്കേഡ് വെച്ചിട്ട് ബ്ലോക്ക് ചെയ്തിട്ടാണല്ലേ. ചിലപ്പോൾ അത് ആക്സിഡന്റ് പറ്റുന്നതുകൊണ്ടായിരിക്കാം. പാലത്തിൻ്റെ മുൻപിലായിട്ട് യൂ ടേൺ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അങ്ങോട്ട് പോയിട്ട് എനിക്ക് എടുക്കേണ്ട വരിക മിക്കവാറും. ഇതിപ്പോൾ ഞാൻ ബാംഗ്ലൂർ ടൗണിൻ്റെ സൈഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ പോകേണ്ടത് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ്, നമ്മുടെ മൈസൂർ റോഡിലേക്ക്. ഇവിടെ ഒന്നും യൂ ടേൺ കാണുന്നില്ലല്ലോ. ലെഫ്റ്റ് ഇലക്ട്രോണിക് സിറ്റിയിലേക്ക് കൊണ്ട വഴി. അപ്പോൾ ഇനിയും നോ എൻട്രി ഓപ്പൺ ആയിട്ടില്ലെന്നാണ് പോലീസുകാരൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ യൂ ടേൺ എടുക്കാൻ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിട്ടു. പക്ഷേ അയാൾ ഫോട്ടോ എടുത്തിട്ടുണ്ട്. കാരണം ഞാനിപ്പോൾ തിരിച്ചു പോകുമ്പോൾ അയാളോട് പറയണം ഞാൻ യൂ ടേൺ എടുത്തു എന്ന്. അപ്പോൾ എന്നാലേ അവരത് സ്വീകരിച്ചിട്ട് എൻ്റെ ഡിലേറ്റ് ചെയ്യും ഫോട്ടോ. ഇല്ലെങ്കിൽ അത് അവർ നോ എൻട്രിയിലേക്ക് വന്നു കൊണ്ട് കേസാക്കും. അങ്ങനെ പ്രശ്നമുണ്ട് ഇവിടെ. ഈ ശനിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് എന്താണെന്നറിയില്ല, സ്പെഷ്യൽ ഇതാന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് തോന്നുന്നത് നോ എൻട്രിയിലെ സമയം ഇപ്പം നീട്ടിയിട്ടുള്ളത്. യൂ ടേണെല്ലാം എടുക്കൽ ഭയങ്കര ചടങ്ങാണ്. കാരണം ആരും സൈഡും തരൂല. എല്ലാവരും അവരവരുടെ സ്പീഡിന് പോകാൻ വേണ്ടി കാത്തിക്കുന്നതാണ്. അപ്പോൾ ഡിലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഡിലേറ്റ് ചെയ്താലും നല്ലത്. ഇല്ലത്തിന് ചിലപ്പം ഫൈന് വരുമ്പോൾ അറിയാം അവസ്ഥ. ഒരു നോ എൻട്രി കയറി എന്ന് പറഞ്ഞാൽ ചിലപ്പം അത് ചെറിയ ഫൈനൊന്നുമല്ല. 2000 രൂപ 3000 രൂപ എല്ലാം ഉണ്ടാവുക ഫൈൻ. നമ്മൾ സിറ്റിയിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ട് അതിന് ഇവർക്ക് അപ്പുറം ഒരു പോലീസുകാരനെ വെച്ചാൽ മതി. മെയിൻ കയറുന്ന ആ സ്ഥലത്തുള്ളവർക്ക്. ഇവിടുന്ന് വിട്ടാലും നമ്മൾ പോയാലും അവിടുന്ന് ഒരു പോലീസുകാർ നിന്നിട്ട് മെയിൻ സിറ്റീൻ്റെ ആ വാതിൽ നിന്നാൽ മതി. ഇവിടുന്ന് പോകുന്ന ആൾക്കാരെല്ലാം, രക്ഷപ്പെട്ട് പോകുന്ന ആൾക്കാരെല്ലാം അവിടുന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അതിന് പ്രശ്നമില്ല. പിന്നെ ഒരുപാട് വണ്ടികൾ ഈ റിംഗ് റോഡിൽ നിന്ന് ഇറങ്ങി വരുന്നല്ലേ, നൈസ് റോഡിൽ നിന്ന്. അപ്പോൾ ഇറങ്ങി വരുന്ന ആ ഒരു നൈസ് റോഡിലാണെങ്കിൽ ഇതില്ല, നോ എൻട്രി ടൈം ഇല്ലല്ലോ. അതുകൊണ്ട് അവിടുന്ന് ഇറങ്ങി വരുന്ന ആൾക്കാർ ഇപ്പം ബിഡതി പോകണമെങ്കിൽ എനിക്ക് ഇവിടുന്ന് ഇപ്പം നമ്മുടെ എക്സ്പ്രസ് വേ സ്റ്റാർട്ട് ആവലായി. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ വെറുതെ ടോൾ കൊടുക്കണം. എനിക്ക് ബിഡതി അത്ര ദൂരമുള്ളൂ, അടുത്താണ്. അപ്പോൾ ഈ സർവീസ് റോഡ് പിടിച്ചിട്ട് ഇവിടുന്ന് പിന്നെ നേരെ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടോൾ കൊടുത്തിട്ട് പോകണം. അത് ഈ വണ്ടിക്ക് 1000 രൂപ ആകട്ടെ. അപ്പോൾ അതിൽ നല്ലത് ഇവിടുന്ന് എനിക്ക് 8 കിലോമീറ്ററായിട്ട് പോകേണ്ടി തോന്നുന്നു ആ സ്ഥലത്തേക്ക്. അപ്പം അധികം പോകുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടുന്ന് നേരെ സർവീസ് റോഡ് പിടിച്ചു കഴിഞ്ഞാൽ നേരെ അവിടത്തേക്ക് എത്താൻ പറ്റും, ബിഡതിയിലേക്ക്. എല്ലാവർക്കും തിരക്ക് മനുഷ്യന്മാരുണ്ടല്ലോ ബാംഗ്ലൂരിലുള്ളത്. ആർക്കും സമയമില്ല. ഈ ഭാഗത്ത് അധികം ഈ രാജരാജേശ്വരൻ്റെ ഹോസ്പിറ്റലുകളും മെഡിക്കൽ കോളേജിലും അതെല്ലാം ഇവിടെ കൂടുതൽ. എഞ്ചിനീയറിംഗ് കോളേജ് അങ്ങനെ എഡ്യൂക്കേഷണലായിട്ട് കൂടുതലും രാജരാജേശ്വരിയാണ് ഇവിടെ കൂടുതൽ കാണുന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന രാജരാജേശ്വരി മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ. അതുപോലെ കുറച്ചപ്പുറം വലത്തുഭാഗത്തും ഉണ്ടായി ഇവിടെ ഡെന്റലും കാര്യങ്ങളെല്ലാം. ഞാൻ ഇന്നലെ രാത്രി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായത്. ആദ്യം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഓർമ്മ. ഇതാണ് എക്സ്പ്രസ് വേ പാലത്തിൻ്റെ അടിയിലേക്കുള്ള സർവീസ്. ആൾക്കാർ ടോൾ കൊടുക്കാതെ ഇത് കടന്ന് ബിഡതി വരെ എത്തും. ബിഡതി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ടോളിൻ്റെ പ്രശ്നമില്ല. പിന്നെ അവിടെ കയറിയിട്ട് പിന്നെ അങ്ങ് ഏകദേശം മൈസൂർ എത്താനാകുമ്പോൾ അടുത്ത ടോളിൽ. അതുകൊണ്ട് ആൾക്കാർ കൂടുതൽ ഈ റോഡിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ഈ ബിഡതി വരെ ഭയങ്കര തിരക്കായിരിക്കും. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ടും കൂടുതൽ തിരക്കല്ല. എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് പോകാനും
ചില ആൾക്കാർക്ക് ജോലി ഉണ്ടാവില്ലല്ലോ ശനിയാഴ്ച, അപ്പോൾ അവർ നാട്ടിലേക്ക് പോകാനും എല്ലാം കൊണ്ട് തിരക്കായിരിക്കും. വലിയ പള്ളിയൊക്കെ കാണുന്നുണ്ട്, ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല, ഇപ്പോഴാണ് കണ്ടത്. പെയിന്റിങ് നടക്കുന്നുണ്ട് തോന്നുന്നു അവിടെ പള്ളിയുടെ മുകളിൽ. അപ്പോൾ കയറൊക്കെ കെട്ടിയിട്ട് ആൾക്കാർ ഇരുന്ന് പെയിന്റ് അടിക്കേണ്ട കയറൊക്കെ റെഡിയാക്കുന്നുണ്ട്. മഴയൊക്കെ ഉണ്ടെങ്കിൽ സുഖമായി, ഇവിടെ വന്ന് നിന്നാൽ മതി, ഇതൊന്നും പ്രശ്നമില്ല. നല്ല മഴയും കൊള്ളൂല വെയിലും കൊള്ളൂല, ഇതിൻ്റെ അടിയിൽ നല്ല അത്രയും വീതിയിലല്ലേ ഈ പാലം. അതായത് ഒരു ഭാഗത്തേക്ക് 3 അങ്ങനെ 6 വരിയല്ലേ, അപ്പോൾ അതിനകത്ത് നല്ല വീതിയിലല്ലേ ചെയ്തത്. ഒറ്റത്തൂണുള്ളതല്ല കംപ്ലീറ്റ് പാലമുള്ളത്. ഗുരുകുൽ ഇന്റർനാഷണൽ സ്കൂൾ, ഇവിടെ ഒരു സ്കൂളുണ്ട്, ഗുരുകുൽ ഇന്റർനാഷണൽ സ്കൂൾ. നല്ല പഴയ സുപ്രീം കോടതിൻ്റെ ഒക്കെ ഒരു മാതൃകയിലാണ് ഇതിന്റെ മേൽക്കൂരയൊക്കെ പണിഞ്ഞിട്ട് കാണുന്ന ഒരു ക്രൈസ്റ്റ് യു കോളേജ് റെസിഡൻഷ്യൽ, ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു കോളേജ് ഇവിടെ കാണുന്നുണ്ട്. ഇതാണോ ഒറിജിനൽ ക്രൈസ്റ്റ് കോളേജ് എന്ന് എനിക്കറിയില്ല. അവർ തന്നെ വേറൊരു കോളേജാണോ അല്ല ക്രൈസ്റ്റ് കോളേജിന്റെ ലൊക്കേഷൻ ഇവിടെയാണോ ഒറിജിനൽ എനിക്കറിയില്ല. അതിനെപ്പറ്റി ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി, ക്രൈസ്റ്റ് ഇതൊന്നും ഇവിടെ തന്നെ തോന്നുന്നത് കാണുമ്പോൾ. റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ടോൾ ബൂത്തിന്റെ ഒരു തുടക്കം കാണാൻ പറ്റും. പക്ഷെ നമ്മൾ സർവീസ് റോഡിലായതുകൊണ്ട് നമുക്കിപ്പോൾ ടോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ആൾക്കാരൊക്കെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി അവിടെ വെച്ചിട്ട് ഇവിടെ അവിടുന്ന് താഴേക്ക് ഇറങ്ങി വന്നിട്ട് ചായയൊക്കെ കുടിച്ച് തിരിച്ചു പോയത്. എക്സ്പ്രസ് വേയിൽ ചായപ്പൊടി ഇല്ലാത്തതുകൊണ്ട്, ചായക്കടൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ ഒരു ചെറിയൊരു ഈ കമ്പി വേലി ആ ഭാഗത്ത് മുറിച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്കൊന്ന് ആൾക്കാർക്ക് വരാനും പോകാനായിരിക്കും. ഞാൻ കാണുന്നത് ടോൾ ബൂത്താണ്, നമ്മുടെ മൈസൂരിലേക്ക് വരുമ്പോഴുള്ള ഫസ്റ്റ് ടോൾ ബൂത്ത് എക്സ്പ്രസ് വേയിലുള്ള. അപ്പുറം വലത്ത് ഭാഗത്ത് കാണുന്നതാണ് നമ്മൾ ബാംഗ്ലൂരിലേക്ക് വരുമ്പോൾ, നമ്മുടെ മൈസൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് വരുമ്പോഴുള്ള ടോൾ ബൂത്ത്, ഇങ്ങോട്ടേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ടില്ല. വലത്ത് ഭാഗത്ത് കാണുന്നത് എക്സ്പ്രസ് വേയിൽ ആ സൈഡിൽ നിന്ന് മൈസൂർ ഭാഗത്ത് നിന്ന് വാഹനങ്ങൾ വളരെ കുറവായിട്ടാണ് വരുന്നത്. ഇവിടുന്ന് പിന്നെ അത്യാവശ്യമുണ്ട്. അപ്പോൾ നാട്ടിലേക്കെല്ലാം പോകുന്ന ആൾക്കാരായിരിക്കും കാറിൽ കൂടുതലും. 2 ദിവസം ലീവ് ഉണ്ടല്ലോ, ആ ലീവ് യൂസ് ചെയ്യാൻ വേണ്ടി. നമ്മുടെ എക്സ്പ്രസ് വേന്റെ ഫസ്റ്റ് എക്സിറ്റ് വിടുതിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ളത്. അതുപോലെ തൊട്ടപ്പുറത്ത് തന്നെ എൻട്രൻസും ഉണ്ട് അതിലേക്കുള്ള. എൻട്രി പ്രൊഹിബിറ്റഡ് പറയുന്നത് സ്കൂട്ടർ, ഓട്ടോറിക്ഷ, ട്രാക്ടർ ഇതൊന്നും എക്സ്പ്രസ് വേയിലേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്നുള്ള ബോർഡാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിന്നാണ് എൻട്രി ചെയ്യേണ്ടത് എക്സ്പ്രസ് വേയിലേക്ക്. നമ്മൾ ടോൾ കൊടുക്കാണ്ട് വന്ന് കയറുന്ന സ്ഥലമാണ് ഇത്. അവിടുന്ന് കയറി അതിന് മൈസൂർ എത്താനുള്ളപ്പോൾ അടുത്ത ടോളിനെ നമ്മൾ നോക്കേണ്ടത്. നമുക്ക് ഇവിടെ നിന്നാണ് ലെഫ്റ്റ് പോകേണ്ടത്, കമ്പനിയിലേക്ക്, ബിഡതി കമ്പനിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ബിഡതി ബ്രിഡ്ജ് റൈറ്റ് സൈഡിൽ കാണുന്ന. ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ നേരെ ഈ പാലത്തിന്റെ അടിയിലേക്ക് പോയിട്ട് ഇവിടെ അടുത്ത് പോകണം. നമ്മളിപ്പോൾ ബിഡതി ഭാഗത്തേക്ക് കയറി. ഇതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ, ഒരുപാട് കമ്പനികളുള്ള സ്ഥലമാണ്. നല്ല വലിയ വലിയ കമ്പനികൾ, അതുകൊണ്ട് ഒരുപാട് കണ്ടെയ്നർ ലോറികളും എല്ലാം ആവശ്യം ഇഷ്ടം പോലെ ഇവിടെ കാണാം. മൈസൂരിൽ വരുന്ന ആൾക്കാർ ടോൾ ഒഴിവാക്കണമെങ്കിൽ ഇടതി എത്തിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് കയറിയാൽ മതി സർവീസ് റോഡിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ടോൾ ഒഴിവാക്കിയിട്ട് നേരെ അങ്ങ് കെങ്കേരി എത്താൻ പറ്റും. കൊക്കക്കോള കമ്പനി ലക്ഷ്യമാക്കി നീങ്ങിയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് മുന്നോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു വൈ ആയിട്ടുള്ള റോഡ് കിട്ടും. വൈ, അതായത് റൈറ്റ് സൈഡ് പോയി കഴിഞ്ഞാൽ നമ്മുടെ
എക്സ്പ്രസ് വേയിലേക്ക് പോയി കയറേണ്ട ഒരു റോഡും ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മുടെ കമ്പനിയിലേക്ക് പോകേണ്ട റോഡ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ വൈ റോഡ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റ് പോകണം കമ്പനിയിലേക്ക്. റൈറ്റ് പോയി കഴിഞ്ഞാൽ നേരെ മൈസൂർ ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള റോഡാണ്. ഇത് വൺ വേ റോഡാണ്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ ലോറി കട്ട് ചെയ്ത് തിരിച്ചു പോകുന്നല്ലേ, അവിടുന്ന് വണ്ടി അങ്ങോട്ടേക്ക് തിരിഞ്ഞു പോകണം. ഇവിടം വരെ വരാൻ പാടില്ല, ഇവിടുന്ന് അങ്ങോട്ട് തിരിഞ്ഞു പോകണം. ഇതിൻ്റെ പേര് ഭൈരവണ്ണോടി സ്ഥലത്തിൻ്റെ പേര്. നമുക്ക് ഏകദേശം നമ്മൾ കമ്പനിയിലേക്ക് തിരിഞ്ഞു പോകേണ്ട ഒരു വഴി എത്താനായിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ലോറി കിടക്കുന്ന ഇവിടുന്ന് ലോറി പാസ് ചെയ്തപാട് ലെഫ്റ്റിലേക്ക് ഒരു റോഡുണ്ട്. ആ ബസ് കയറി വരുന്നുണ്ട, നീല ബസ് കയറി വരുന്ന റോഡിലേക്ക് നമ്മൾ ലെഫ്റ്റ് എടുത്ത പാടിന് ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ കമ്പനി, കൊക്കോള കമ്പനി. ഇതൊക്കെ ആ കമ്പനിയുടെ മതിലുകളാണ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മതിൽ. ഇവിടെ ഒരുപാട് കമ്പനി ഉണ്ട്, ഹുണ്ടായി ഒരുപാട് കമ്പനികളുണ്ട് ഇവിടെ. നമുക്ക് ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഗേറ്റിലേക്ക് പോയിട്ട് എൻട്രി കൊടുക്കണം. നമ്മൾ പിന്നെ പാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ എൻട്രി ചെയ്തിട്ട് വേണം അകത്തേക്ക് പോകാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ വണ്ടി ഭദ്രമായിട്ട് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, മറ്റുള്ള വണ്ടികളും പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വണ്ടികളൊക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കും വണ്ടി അകത്തേക്ക് കൊണ്ടുപോകണം കമ്പനീൻ്റെ. അപ്പോൾ ഇവിടെ എൻട്രീൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു, നമ്മൾ എല്ലാം റെഡി ആയി. ഫോർക്ക് ലിഫ്റ്റൊക്കെ തലങ്ങും വിലങ്ങും പാലറ്റുകൾ എടുത്തിട്ട് വണ്ടിയിൽ കയറ്റുക, പിന്നെ മറ്റേ റാക്കിലേക്ക് സ്റ്റേക്ക് ചെയ്യുക. വലിയ ഫോർക്ക് ലിഫ്റ്റും ചെറിയ ഫോർക്ക് ലിഫ്റ്റും എല്ലാം ഉണ്ട്. അപ്പം ചെറിയ ഫോർക്ക് ലിഫ്റ്റ് എടുത്തിട്ട് ആദ്യം ഈ കണ്ടെയ്നറിൻ്റെ ആ വാതിക്കൽ വെക്കും, പിന്നെ അതിന് ശേഷം മഞ്ഞ ഫോർക്ക് ലിഫ്റ്റ്. അപ്പോൾ എനിക്കിവിടെ ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്, ഇവിടെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് മൂപ്പറോടൊന്ന് ചോദിക്കാം എന്തെല്ലാം കാര്യങ്ങളെല്ലാം. हाँ भाई नमस्कार। नमस्कार नमस्कार। क्या नाम है आपका? प्रमजीत कुमार। प्रमजीत कुमार किधर का है? बिहार 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 का है। अच्छा अच्छा, इधर क्या काम है? इधर में फोर्कलिफ्ट रनिंग करता है। फोर्कलिफ्ट ऑपरेटर है? जी जी जी। अच्छा अच्छा, कब से इधर काम करते हैं? साल भर से। 1 ईयर 1 ईयर हो गया ये कंपनी में? हाँ। अच्छा, और बिहार में क्यों, कौन सा डिस्ट्रिक्ट में? सीतामढ़ी सीतामढ़ी। सीतामढ़ी। फैमिली सब किधर है? सीतामढ़ी। अच्छा घर इधर अच्छा है बेंगलोर में? अच्छा अच्छा, वर्क करेगा, पसंद है? साल भर करेगा, गायब हो जाएगा। अच्छा, बाद में आएगा काम के लिए? फिर आएगा। हाँ, ये 1 मंथ के लिए जाते हैं, फिर आ जाता रिटर्न। अच्छा अच्छा, किधर रहते किधर है? इधर इधर में रहता है मार्केट में, रूम लेकर। अपना रूम? हाँ जी। खाना पीना सब कुछ ओके। खाते कंपनी के लिए। अच्छा ഓക്കെ, ഇത് സാലറി അച്ഛാണ്? अच्छा अच्छा അച്ഛാ, ഓക്കെ ബൈ, താങ്ക് യു. അപ്പോൾ നമ്മുടെ ലോഡായിട്ടുണ്ട്, ഇനി ലോക്ക് ചെയ്തിട്ട് പേപ്പർ വാങ്ങിയിട്ട് പോകണം. ഇതെൻ്റെ മുന്നിലുണ്ടായ വണ്ടിയാണ്, അണ്ണൻ്റെ വണ്ടി. അപ്പോൾ അവർ ലോഡ് ചെയ്ത് വെച്ച് ഞാൻ അതിൻ്റെ ബാക്കിൽ കൊണ്ടുവന്നിട്ട് ഞാനും ഇവിടെ വെച്ചിട്ട് നേരെ പേപ്പർ വാങ്ങിക്കാൻ പോകണം. ഇനിയിപ്പം ഈ വഴിയിൽ കൂടെ നേരെ പോയിട്ട് നമ്മൾ ലോഡ് ചെയ്ത ഭാഗത്തേക്ക് തന്നെ പോകേണ്ടത്. അപ്പോൾ ഈ ഇടവഴിയിലെ കൂടി നേരെ, അതായത് നമുക്ക് ഈ ഫുട്പാത്തായത് അവിടെ നടക്കാൻ പറ്റില്ല, ഈ ഫുട്പാത്ത് വഴി നേരെ പോയിട്ട് ഇതാക്കണം. ഇത് വെള്ളമാണ്. അങ്ങനെ ബില്ലൊക്കെ കിട്ടി, നമ്മൾ റെഡിയായി. ഇനിയിപ്പോൾ വണ്ടീൻ്റെ അടുത്ത് പോയി വണ്ടി എടുത്തിട്ട് നേരെ ഗേറ്റിൽ ബിൽ ഔട്ട് പാസ് കൊടുത്തിട്ട് നേരെ അങ്ങോട്ട് പോകാൻ പറ്റും നമുക്ക്. നല്ല അടിപൊളി ലോണൊക്കെ ഇവിടെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ബില്ലും വാങ്ങിച്ച് ഗേറ്റിൽ എൻട്രിയും ചെയ്തു. നമ്മൾ പുറത്തേക്ക് കടക്കുകയാണ്, കമ്പനിയുടെ വെളിയിലേക്ക് പോവുകയാണ്. നേരെ ഹൈദരാബാദിനെ ലക്ഷ്യമാക്കി നമ്മൾ നീങ്ങുകയാണ്. യൂട്ടേൺ എടുക്കണം, അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ നമ്മൾ കമ്പനിയിലേക്ക് പോയ വഴിയുണ്ട്. പക്ഷേ ഇത് വേറെ ഗേറ്റിൽ നമ്മൾ ഇറങ്ങി, ഔട്ട് വേറെ ഗേറ്റാണ്, ഇന്ന് വേറെ ഗേറ്റാണ്, സെപ്പറേറ്റ് ഗേറ്റുകളാണ്.
റീച്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അതായത് ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഗേറ്റ്, എൻട്രൻസ്. നമ്മളിപ്പോൾ എക്സിറ്റ് ഗേറ്റിലൂടെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. നമുക്ക് അങ്ങോട്ട് പോയി യു ടേൺ എടുത്ത് വരണം. പിന്നെ നമ്മൾ യു ടേണും എടുത്തു. പിന്നെ വന്നതുപോലെ വിടനീന്ന് ടൗൺ ലക്ഷ്യമാക്കി നീങ്ങിയാണ്. വിടനീന്ന് നേരെ എക്സ്പ്രസ് മൈസൂർ റോഡിൻ്റെ ആ ഭാഗത്തേക്ക് കൂടി പോകണം. നമുക്ക് നേരെ നൈസ് റോഡ് പിടിക്കണം. നൈസ് റോഡ് വഴിയെ പോകാൻ കഴിയും. വലത്തുഭാഗത്ത് നമ്മുടെ കമ്പനി ഉള്ളത്. അപ്പൊ ലോഡൊക്കെ കയറ്റി നമ്മളിപ്പോ ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദിലേക്ക് പോകുന്ന വഴിക്ക് HP പമ്പിലേക്ക് എണ്ണ അടിക്കാൻ വന്നിട്ടാണ്. അപ്പോ ഇവിടെ ഇത് HP അല്ല, ഇന്ത്യൻ ഓയിൽ. ആ, മുന്നേ വർക്ക് ചെയ്തത് ഇതിലാ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ നമ്മള് എണ്ണ അടിക്കാൻ വേണ്ടി കയറ്റിയതാണ്. അപ്പോൾ നമുക്കൊരു 20,000 രൂപയ്ക്ക് ഡീസൽ അടിക്കണം. $89 $88 89.06, കുറച്ചധികം അല്ലേ? അപ്പൊ 89.06 ആണ് ഇവിടുത്തെ റേറ്റ്. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അണ്ണന് ഞാൻ ഹെൽപ്പ് ചെയ്തിട്ട് ഞാൻ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പൊ അണ്ണൻ പേരെന്നാ? ഏനി ಹೆಸರು? ಮೂರ್ತಿ. घर किधर है? ನೆಲಮಂಗಲ ಲೋಕಲ್. ಓಕೆ ಓಕೆ ಓಕೆ. ನೈಟ್ ಶಿಫ್ಟಾ? ಓಕೆ. ಡೇ ಟು ನೈಟಾ ಅಲ್ಲ നൈറ്റ് ഓൺലി? 24 അവർ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഗണ്ണ് അവിടെ വെച്ചിട്ട് എണ്ണടി പുരോഗമിക്കുന്നുണ്ട്. ഇപ്പം ഏകദേശം 11,500 ആയി. നടന്ന് പോകുന്നുണ്ട്. അണ്ണൻ അപ്പുറത്തെ വണ്ടി കാറൊന്നും അടിക്കാൻ വേണ്ടി പോയിട്ടുള്ളത്. അത് അടിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ നോക്കി ചെയ്തോളും. എന്നിട്ട് നമ്മളിപ്പോൾ ദിവസം ഓരോ പമ്പ് പോയിട്ട് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ് ആയി കൂടുതൽ. അപ്പോൾ നമ്മളിപ്പം 20,000 രൂപയ്ക്ക് നമ്മൾ കിട്ടിയത് 224.57. അങ്ങനെ നമ്മൾ നൈസ് റോഡിൽ നിന്ന് ഇറങ്ങിയിട്ടിപ്പം മെജസ്റ്റിക് ഭാഗത്തേക്ക് പോവുകയാണ്. എന്തോ വണ്ടി, എന്തോ പോലീസ് വണ്ടിയൊക്കെ കുറേ വണ്ടി 1 2 3 4 5 പോലീസ് വണ്ടി നിർത്തിയിട്ട് 5 വണ്ടി നിർത്തിയിട്ടുണ്ട്. പോലീസുകാരെന്തോ പരിപാടികളാരൊക്കെ എസ്കോർട്ട് ചെയ്യാനോ അതായിരിക്കും ചിലപ്പോൾ VIP വരുമ്പോ. അങ്ങനെ ഇവിടുന്ന് നമ്മൾ ഇടത്തോട്ട് തിരിയണം ഹൈദരാബാദ് റോഡിലേക്ക്. പീനിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ പീനിയൊക്കെ പീനിയ സ്റ്റേഷനൊക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് എത്തി കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റിലോട്ടേക്ക് കയറിയിട്ട് കുറച്ച് സിംഗിൾ റോഡായിട്ടുള്ള മോശം റോഡാണ്. 2 വണ്ടിക്ക് കഷ്ടി പോകാൻ പറ്റും. അതേപോലെ അപ്പുറം തന്നെ റോഡൊക്കെ വളരെ മോശമാണ്. ഇവിടെ പാച്ച് വർക്കെല്ലാം ചെയ്തിട്ട് മൊത്തം കുണ്ടും കുഴിയും പോലെ തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥയും. വണ്ടികളൊക്കെ ഞാൻ ഇതായിട്ട് പോകാം. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദിലേക്കുള്ള യാത്രയിൽ നമ്മളിപ്പോൾ ഏകദേശം കർണാടക ബോർഡർ എത്താനായി. അപ്പോൾ ഇന്നിവിടെ ഹാൾട്ട് ചെയ്യാണ്. ഇവിടെ ഒരുപാട് വണ്ടികളൊക്കെ ഹാൾട്ട് ചെയ്യുന്ന ഒരു ധാബയാണ്. അപ്പോൾ ഇവിടെ ഹാൾട്ട് ചെയ്തിട്ട് നാളെ രാവിലെ ഇവിടുന്ന് പുറപ്പെടും. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ ഞാനിപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, ഗുഡ് നൈറ്റ്.